പേർഷ്യൻ ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധകാഹളം മുഴക്കിക്കൊണ്ട് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമെതിരെ അപ്രതീക്ഷിത യുദ്ധമുറകൾ പ്രയോഗിക്കുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം ഉണ്ടായാൽ ശത്രുക്കൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്നാണ് ഇറാന്റെ പുതിയ പ്രഖ്യാപനം. ഇറാന്റെ സൈനിക വക്താവ് മുഹമ്മദ് അക്രാമിനിയ നടത്തിയ ഈ വെളിപ്പെടുത്തൽ ആഗോള സുരക്ഷാ ഏജൻസികളെയും പ്രതിരോധ വിദഗ്ധരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. പരമ്പരാഗത യുദ്ധമുറകളിൽ നിന്ന് മാറി പുതിയ തരം പോരാട്ട രീതികളാണ് ഇറാൻ ആവിഷ്കരിക്കുന്നത്. ശത്രു രാജ്യങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത യുദ്ധക്കളങ്ങളിൽ വെച്ചായിരിക്കും തങ്ങളുടെ തിരിച്ചടിയെന്ന് അക്രാമിനിയ മുന്നറിയിപ്പ് നൽകി. ഇത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന ഭീഷണിയല്ലെന്നും അതിനൂതനമായ സാങ്കേതിക വിദ്യകളും തന്ത്രങ്ങളും ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ടെന്നും ഇറാൻ അവകാശപ്പെടുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയും നിയന്ത്രണവും കേന്ദ്രീകരിച്ചാണ് ഇറാന്റെ പുതിയ ഭീഷണികൾ നിലനിൽക്കുന്നത്. ഇറാന് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നതിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഹോർമുസ് കടലിടുക്ക് കടക്കുമ്പോൾ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അക്രാമിനിയ വ്യക്തമാക്കി. ഈ മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ ഇറാന്റെ നാവികസേന ഹോർമുസ് കടലിടുക്കിൽ അതീവ രഹസ്യ സ്വഭാവമുള്ള ചെറിയ മുങ്ങിക്കപ്പലുകൾ വിന്യസിച്ചതായി സ്ഥിരീകരിച്ചു. ഇറാന്റെ അത്യാധുനിക യുദ്ധക്കപ്പലായ IRIS ദേനയ്ക്ക് നേരെ നടന്ന ഈ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ സൈനിക നീക്കം നടന്നത്. സമുദ്രത്തിനടിയിലെ മണൽപ്പരപ്പിലോ പാറക്കെട്ടുകൾക്കിടയിലോ മാസങ്ങളോളം ഒളിഞ്ഞിരുന്ന് നിർണായക നിമിഷത്തിൽ ശത്രു കപ്പലുകളെ ആക്രമിക്കാൻ ഈ സബ്മറൈനുകൾക്ക് സാധിക്കും. ഇത് അമേരിക്കയുടെയും നാറ്റോയുടെയും കൂറ്റൻ യുദ്ധക്കപ്പലുകൾക്ക് വലിയ വെല്ലുവിളിയാണ്. കടലിനടിയിൽ നിന്ന് നിശബ്ദമായി വരുന്ന ഈ ഭീഷണിയെ പ്രതിരോധിക്കാൻ നിലവിലെ അത്യാധുനിക സംവിധാനങ്ങൾക്കും പരിമിതികളുണ്ടെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് വികസിപ്പിച്ചെടുത്ത കില്ലർ ഡോൾഫിൻ മുങ്ങിക്കപ്പലുകളെ കുറിച്ചുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ വരുന്നത്. കടൽ ജീവികളുടെ സഞ്ചാര ശൈലി അനുകൂലിക്കുന്ന ഇത്തരം ചെറിയ മുങ്ങിക്കപ്പലുകൾക്ക് അതിവേഗത്തിൽ സഞ്ചരിക്കാനും ലക്ഷ്യം തകർക്കാനും സാധിക്കും. കടലിനടിയിൽ വെച്ച് തൊടുക്കാവുന്ന ടോർപിഡോകളും മിസൈലുകളും ഇതിൽ സജ്ജമാണ്. ഇറാൻ പ്രയോഗിക്കാൻ പോകുന്ന ഈ പുതിയ തരം യുദ്ധമുറകൾ സൈബർ ലോകത്തേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ നിശ്ചലമാക്കാനും ആശയവിനിമയ ശൃംഖലകൾ തകർക്കാനും ശേഷിയുള്ള സൈബർ സേനയെ ഇറാൻ വളർത്തിയെടുത്തിട്ടുണ്ട്. ഒരേ സമയം കടലിലും ആകാശത്തും സൈബർ ലോകത്തും ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് ശത്രുവിനെ ഓഫ് ഗാർഡ് ആക്കുക എന്നതാണ് ടെഹ്റാന്റെ ലക്ഷ്യം. ഇറാന്റെ ഈ നീക്കങ്ങൾ ഗൾഫ് മേഖലയിലെ മറ്റ് രാജ്യങ്ങളെയും കടുത്ത ആശങ്കയിലായെത്തിയിട്ടുണ്ട്. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് സഞ്ചരിക്കുന്നത്. ഇറാന്റെ ഉപരോധ ഭീഷണി യാഥാർത്ഥ്യമായാൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും സാമ്പത്തിക തകർച്ചയിലേക്ക് ലോകം നീങ്ങുകയും ചെയ്യും. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകൾക്ക് മറുപടിയായാണ് ഇറാൻ ഇത്തരം ആയുധങ്ങൾ പുറത്തെടുക്കുന്നത്. ഉപരോധം കൊണ്ട് തങ്ങളെ തളർത്താൻ കഴിയില്ലെന്നും മറിച്ച് പ്രത്യാക്രമണത്തിന് തങ്ങൾ കൂടുതൽ സജ്ജരാവുകയാണെന്നും ഇറാൻ തെളിയിക്കുന്നുണ്ട്. കടലിനടിയിലെ യുദ്ധം എന്നറിയപ്പെടുന്ന ഈ രീതിയിൽ ഇറാൻ കൈവരിച്ചിട്ടുള്ള പുരോഗതി ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. നിശബ്ദമായി വന്ന് വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഇത്തരം ഉപകരണങ്ങൾ ഹോർമുസിലെ ഇടുങ്ങിയ പാതകളിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കും. കപ്പലുകളുടെ അടിഭാഗത്ത് ഘടിപ്പിക്കാവുന്ന ലിംബറ്റ് മൈനുകളും മറ്റും ഉപയോഗിച്ച് ചരക്ക് നീക്കം തടസ്സപ്പെടുത്താൻ ഇറാന് എളുപ്പത്തിൽ പറ്റും. IRIS ദേന യുദ്ധക്കപ്പലിന് നേരെയുണ്ടായ ആക്രമണം ഇറാന്റെ സൈനിക വിമാനത്തിന് വലിയ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഇതിന് പകരം വീട്ടാൻ തങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത്. തങ്ങൾ ഇതുവരെ വെളിപ്പെടുത്താത്ത അത്യുഗ്രൻ ആയുധങ്ങൾ കൈവശമുണ്ടെന്ന സൂചനയും ഇറാൻ നൽകുന്നു. പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇറാന്റെ മിസൈൽ കരുത്തും ഒട്ടും കുറച്ചു കാണാനാവില്ല. എന്നാൽ പുതിയ തരം യുദ്ധമുറകളിൽ മിസൈലുകളേക്കാൾ പ്രാധാന്യം നൽകുന്നത് ഡ്രോണുകൾക്കും ചെറു മുങ്ങിക്കപ്പലുകൾക്കുമാണ്. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെടുന്നത് ലോകത്തിന്റെ സമാധാനത്തെ ബാധിക്കും. എന്നിരുന്നാലും തങ്ങളുടെ രാജ്യത്തിനു മേലുള്ള ഓരോ അധിനിവേശ ശ്രമത്തെയും സായുധമായി നേരിടുമെന്ന ഉറച്ച നിലപാടിലാണ് ഇറാന്റെ പരമോന്നത നേതൃത്വം. ഇറാന്റെ ഈ അന്ത്യവിധി മുന്നറിയിപ്പ് പാശ്ചാത്യ ശക്തികൾക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഉപരോധത്തിലൂടെ ഇറാന്റെ കൈകാലുകൾ കെട്ടാൻ ശ്രമിച്ചാൽ ഹോർമുസ് കടലിടുക്കിലെ ജലം ശത്രുക്കളുടെ ശവപ്പറമ്പായി മാറ്റുമെന്നാണ് അവർ പറയുന്നത്.
ആധുനിക കാലത്തെ യുദ്ധങ്ങൾ വെറും കരയിലും ആകാശത്തും ഒതുങ്ങുന്നതല്ലെന്നും അത് ആഴക്കടലിലെ രഹസ്യ നീക്കങ്ങളിലൂടെ മാറ്റപ്പെടുമെന്നും ഇറാൻ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. നയതന്ത്ര ചർച്ചകൾക്ക് ഇപ്പോഴും സാധ്യതയുണ്ടെന്ന് ചില രാജ്യങ്ങൾ കരുതുന്നുണ്ടെങ്കിലും സൈനികപരമായി തയ്യാറെടുപ്പുകൾ നോക്കുമ്പോൾ ഒരു വലിയ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. ആഗോള എണ്ണ വിപണിയുടെ സിരയായ ടാങ്കറുകൾ ഓരോന്നായി ഹോർമുസ് കടക്കുമ്പോൾ കടലിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ മരണക്കെണികൾ ലോകത്തിന്റെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അപ്രതീക്ഷിത യുദ്ധം ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒന്നായിരിക്കും. ഡോൾഫിൻ സബ്മറൈനുകളും അതീവ രഹസ്യമായ പുതിയ യുദ്ധകളങ്ങളും ശത്രുക്കളെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ഈ സാഹചര്യം നേരിടാൻ നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും. കടലിനടിയിലെ ഈ നിശബ്ദ ഭീഷണിയെ കണ്ടെത്താൻ പുതിയ റഡാർ സംവിധാനങ്ങൾ വികസിപ്പിക്കേണ്ടി വരും. സമാധാനത്തിന് വേണ്ടിയുള്ള എല്ലാ വാതിലുകളും അടയുകയാണോ എന്ന് തോന്നുന്ന വിധത്തിലാണ് ഇറാന്റെ സൈനിക നീക്കങ്ങൾ. തങ്ങളുടെ സൈനിക കരുത്തിൽ പൂർണ്ണ വിശ്വാസമുള്ള ഇറാൻ അമേരിക്കയെയും സഖ്യകക്ഷികളെയും നേരിടാൻ തയ്യാറാണെന്ന് ഒരിക്കൽ കൂടി ലോകത്തോട് വിളിച്ചു പറയുന്നു. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുമ്പോഴും ഇറാൻ തങ്ങളുടെ പുതിയ യുദ്ധമുറകളിൽ ഉറച്ചു നിൽക്കുന്നു. ശത്രുക്കൾക്ക് അപ്രതീക്ഷിത പ്രഹരം നൽകിക്കൊണ്ട് തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം പശ്ചിമേഷ്യയെ ഒരു സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. വരാനിരിക്കുന്നത് യുദ്ധത്തിന്റെ കറുത്ത നാളുകളാണോ അതോ നയതന്ത്ര വിജയമാണോ എന്ന് കാത്തിരുന്ന് കാണാം.